നമസ്കാരം ഡോക്ടർ. വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി മുഖാമുഖത്തിലിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് ഡി അഡിക്ഷനെ പറ്റിയാണ്. ഈ ആഴ്ച നമുക്ക് മറ്റൊരു ടോപ്പിക്ക് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാധാരണ ജനങ്ങൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം വിഷാദ രോഗമാണ്. സാധാരണ ഒരു മനുഷ്യന് എല്ലാവർക്കും വിഷാദം ചില അവസരങ്ങളിലെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇത് എപ്പോഴാണ് ഈ വിഷാദം ഒരു രോഗാവസ്ഥയിലേക്ക് മാറുന്നത്? എല്ലാ മനുഷ്യരും, സുരേഷ് പറഞ്ഞമാരെ, എല്ലാ മനുഷ്യരും എപ്പോഴെങ്കിലും ഒക്കെ ഈ വിഷാദ അവസ്ഥ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളേറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നഷ്ടപ്പെടുക, മനുഷ്യർ മരിച്ചു പോവുക, ഇതൊക്കെ വരുമ്പോൾ എല്ലാ മനുഷ്യർക്കും വിഷാദമൊക്കെ ഉണ്ടാവും. അത് പലപ്പോഴും അതൊരു രോഗമായി മാറുന്നത്, ചികിത്സ എപ്പോഴാണ് വേണ്ടതെന്നത് അതൊരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ വിഷാദ രോഗം ആയി മാറുന്നതും ചികിത്സ എടുക്കുന്നതും എല്ലാവർക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് നല്ലതാണ് കുറച്ചൊക്കെ. ഇപ്പം ഒരു കുട്ടിയെ അച്ഛൻ വഴക്ക് പറയുമ്പോൾ ആ കുട്ടിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടാകണം. കാര്യം എന്നാലേ ആ തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തുകയേ ചെയ്യുള്ളൂ. ഇപ്പം പലപ്പോഴും എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ വരുമ്പോൾ അതിനൊരു വിഷമം ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പൊ ദൈവം ഈ വിഷാദവും സന്തോഷവും ദുഃഖമൊക്കെ നൽകിയിരിക്കുന്നത് മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് അതിര് കഴിഞ്ഞു പോകുമ്പോൾ അത് മനുഷ്യനെ തന്നെ ബാധിക്കും. വളരെ എളുപ്പമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ വിഷാദം, ഡീറ്റെയിൽ അല്ല, വളരെ എളുപ്പമായിട്ട് പറയണം, നമ്മുടെ വിഷാദം അല്ലെങ്കിൽ നമുക്ക് പേടി, ഭയം, ആങ്സൈറ്റി, ഇതെല്ലാം നമ്മളുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിന് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഈ ബയോളജിക്കൽ ഫങ്ഷനും ഒക്യുപ്പേഷണൽ ഫങ്ഷൻസിനെയും, ബയോളജിക്കൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു 6 to 8 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. ഈ 6 to 8 മണിക്കൂർ ഉറക്കം ഒരു മനുഷ്യന്റെ റെസ്റ്റോറേഷൻ ആവശ്യമാണ്. ഈ വിഷാദമോ ആങ്സൈറ്റിയോ പേടിയൊക്കെ കാരണം ഉറങ്ങാൻ സാധിക്കുന്നില്ല, ഒരു മനുഷ്യൻ നോർമലായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഒരു മനുഷ്യൻ ആവശ്യത്തിന് മനുഷ്യരായിട്ട് ഇന്ററാക്ട് ചെയ്യും, സോഷ്യൽ ഇന്ററാക്ഷനൊക്കെ ഉണ്ടാകണം. അപ്പോൾ ഈ വിഷാദം കൂടുതൽ വന്നിട്ട് അവരുടെ ദിവസത്തിലുള്ള ഫങ്ഷൻസിനെ ബാധിക്കുക, അതാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം ജോലി ചെയ്യാൻ പോകുന്നില്ല, ഇപ്പം ഒരു കുട്ടി സ്കൂളിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ഒരാൾ ബാങ്ക് ജോലിക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്ത്രീ കുക്കിംഗ് ഒക്കെ നിർത്തിവെക്കുന്നു. അപ്പം അതൊന്ന്. 2, ഉറക്കവും ഭക്ഷണത്തെ ബാധിക്കുന്നു. 3, സോഷ്യൽ ഇന്ററാക്ഷനെ ബാധിക്കുന്നു. അപ്പം ഈ വിഷാദം മൂലം ഇവരുടെ ദിവസേനയുള്ള ഫങ്ഷൻസിനെ ബാധിച്ചാൽ ആ മനുഷ്യൻ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഡിസോർഡറിനെ പറയത്തുള്ളൂ. അപ്പം നമ്മൾ കൗൺസിലിംഗ്, മൈൽഡായിട്ടുള്ളതാണെങ്കിൽ കൗൺസിലിംഗ് കൊണ്ട് മാറാവുന്നതാണ്. മോഡറേറ്റ് ഉള്ളതാണെങ്കിൽ അത് മരുന്ന് കൊടുക്കണോ വേണ്ടേ, സിവിയർ ആണെങ്കിൽ ചിലപ്പോൾ അഡ്മിഷൻ തന്നെ വേണ്ടി വരാറുണ്ട്. ഈ വിഷാദം എന്ന് പറയുന്ന അവസ്ഥ ഒരു വ്യക്തിയുടെ ജീവിത ചര്യകളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഒരു വ്യക്തി, ഇപ്പൊ സുരേഷ് തന്നെ ആയാലും ആര് തന്നെ ആയാലും, ജനിച്ച ആ നിമിഷം മുതൽ അച്ഛൻ്റെയും അമ്മയുടെയും ടീച്ചർമാരുടെയും കൂടെ ജോലി ചെയ്യുന്നവരുടെയും കൂട്ടുകാരുടെയും ഒക്കെ ടീച്ചിങ്ങും നിന്നും പഠിച്ച് ഒരു 15 വയസ്സാവുമ്പോഴേക്കും നമ്മളൊരു വ്യക്തിയായി മാറുകയാണ്. അപ്പൊ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു 15 വർഷം എടുക്കും. അപ്പൊ ഈ 15 വർഷത്തിൽ ഫാദറും മദറും സഹോദരന്മാരും കൂട്ടുകാരും ടീച്ചേഴ്സും എല്ലാം ഒരു വ്യക്തിയെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നല്ല നല്ല ടീച്ചിങ്സ് എടുത്തിട്ട് പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക്
ചിലപ്പം ഏറ്റവും വിഷമമുള്ള സാഹചര്യത്തിൽ കടന്നു പോയാൽ തന്നെയും വിഷാദം വരാതെ ഇരിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അണ്ടർലൈങ് പേഴ്സണാലിറ്റി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ഡെവലപ്പിംഗ് ഡിപ്രഷൻ. അത് കാണാറുണ്ട്. പിന്നെ ഈ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഈ പ്രശ്നങ്ങളെ നേരിടുന്ന ആ സ്റ്റൈലും പേഴ്സണാലിറ്റിയും ആണ് ഒരാളെ രോഗത്തിലോട്ട് നയിക്കാനായിട്ട് സാധ്യത. ഇത്തരത്തിൽ ഒരു വ്യക്തിക്ക് വിഷാദം ഉണ്ടായി അത് ഏത് അവസ്ഥയിലെത്തുമ്പോഴാണ് ശരിക്കും ചികിത്സ ആവശ്യമായി വരുന്നത്? ഈ ഡിപ്രഷന് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇന്റർനാഷണൽ ക്രൈറ്റീരിയ പ്രകാരം ഞങ്ങളെയൊക്കെ PG പഠിപ്പിക്കുമ്പോൾ ക്രൈറ്റീരിയ ഓറിയന്റഡ് ആണ്. കാര്യം നമ്മൾ ഇന്ത്യയിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ USA ഡിപ്രഷൻ, UK ഡിപ്രഷൻ എല്ലാം എല്ലാത്തിനും ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതനുസരിച്ച് പോകണം. അതുകൊണ്ട് ഇന്റർനാഷണൽ WHO തന്നെ ഈ മാനസിക രോഗങ്ങൾക്ക് കൃത്യമായ ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. കാര്യം പണ്ട് കാലത്ത് സൈക്കാട്രിസ്റ്റ് ഒക്കെ തന്നെ താടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് മാനസിക രോഗിയാണോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ സ്റ്റുഡൻസ് ആയി വന്നേ പിന്നെ അതെല്ലാം മാറി ഇപ്പൊ ഒരു കണക്ക് പോലെ ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ഇത്ര നാളുണ്ടെങ്കിൽ ഡിപ്രഷൻ എന്ന് വിളിക്കാം. അതിപ്പോ ഡോക്ടർ ആണോന്നില്ല, ഒരു നഴ്സിനുണ്ടാകാം, ഈ ഫീച്ചേഴ്സ് ഉണ്ടായാൽ മതി. അപ്പൊ ഈ രോഗലക്ഷണങ്ങളും അതിന്റെ ഡ്യൂറേഷനും വെച്ചിട്ടാണ് ഇപ്പോൾ ഡയഗ്നോസ്റ്റിക് ഉണ്ടാകുന്നത്. അപ്പൊ അമേരിക്കയിൽ പോയാലും UK പോയാലും ഇന്ത്യയിൽ വന്നാലും ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡിപ്രഷന് ബാധിക്കാം. അപ്പൊ അതിന് രോഗലക്ഷണങ്ങൾ മെയിൻ ആയിട്ട് പറയാണ്. മേജർ രോഗലക്ഷണങ്ങൾ പെർസിസ്റ്റന്റ് സാഡ്നെസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വിഷാദം ഒരാളുടെ അന്നത്തെ ജീവിതത്തിന്റെ എല്ലാ ഏരിയാസിൽ കൂടി ബാധിക്കുന്ന ഒരവസ്ഥ. കാലത്ത് എഴുന്നേറ്റ് പല്ല് തേക്കാനായിട്ടും എഴുന്നേക്കുവാനും ജോലിക്ക് പോകാനും ഒരു മടി, കുക്ക് ചെയ്യാനും, ഇപ്പൊ ഒരു വീട്ടമ്മയാണെങ്കിൽ കുക്ക് ചെയ്യാനായിട്ടൊരു മടി, മനസ്സിലാഗ്രഹമുണ്ട് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കണം, പരിപ്പ് കറി വെക്കണം, അല്ലെങ്കിൽ ബജ്ജി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല. കാര്യം മനസ്സിൽ ആഗ്രഹമുണ്ട്, ശരീരം അനങ്ങുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അത് നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് ഇന്ത്യ നമ്മുടെ ഈ 2020 ഔട്ടായി, ഇനിയിപ്പോ എന്ത് ക്രിക്കറ്റ് കളി കാണാനാന്നുള്ളൊരു അവസ്ഥ. അപ്പൊ എല്ലാത്തിലും ഒരു വേണ്ട പിന്നെ മതി എന്നുള്ളൊരു അവസ്ഥയിൽ പോകുന്ന ഒരു അവസ്ഥ, സന്തോഷിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു കാര്യമാണ്, നമ്മൾ ഒരു മനുഷ്യൻ ജോലി ചെയ്യുമ്പോൾ ഒരേ ജോലിക്ക് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, ആൻസർ വരുമ്പോൾ ഒരു സന്തോഷം. ഏത് മനുഷ്യനും ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ ഒരു സന്തോഷം ഉണ്ടാകണം. ഈ സന്തോഷം ഉണ്ടാകാണ്ടിരിക്കുന്നത് ഒരു വിഷാദത്തിന്റെ ലക്ഷണമാണ്. പിന്നെ ക്ഷീണിച്ചു പോകുക, ഇതൊക്കെ മേജർ ക്രൈറ്റീരിയാസ്. മൈനർ ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞാൽ ഈ ബയോളജിക്കൽ, ഇപ്പം നമ്മുടെ ക്ലോക്കിൽ മനുഷ്യന്റെ ശരീരത്തിൽ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ക്ലോക്കിൽ ഒരു മനുഷ്യൻ 6 തൊട്ട് 8 മണിക്കൂർ രാത്രി ഉറങ്ങിയിരിക്കണം. അങ്ങനെ സെറ്റിംഗ് ഉണ്ട്. അത് ഉറക്കം കിട്ടുന്നില്ല. ഒരു 2 മണി 3 മണിയൊക്കെ വെളുപ്പിന് എഴുന്നേറ്റിരിക്കുന്നു. അത് ശരിക്കും ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഒരു എൻഡോജീനിയസ്, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വിഷാദത്തിന്റെ എന്തോ ഒരു വലിയ കുറവുണ്ട് എൻ്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ വിശപ്പില്ലായ്മ, പിന്നെ ബയോളജിക്കൽ നീഡ്, സെക്ഷൽ കാര്യങ്ങളിലുള്ള താല്പര്യമില്ലായ്മ, അറ്റൻഷൻ കുറവ്, മെമ്മറി ഇല്ലായ്മ, ഇങ്ങനെയൊക്കെ ഒരു കുറെ മൈനർ ക്രൈറ്റീരിയാസ് ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്, ഞാൻ എന്ത് ചെയ്താലും ശരിയാകത്തില്ല, എന്നെ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഞാനൊരു ഹോപ്പ്ലെസ് ആണ്, ഞാനൊരു വർത്ത്ലെസ് ആയിട്ടുള്ളൊരു ജീവിയാണ്, എന്നെ ആർക്കും ഇഷ്ടമില്ല, ഭാര്യക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, ജോലി സ്ഥലത്ത് ആർക്കും വേണ്ട. അപ്പൊ അങ്ങനെ ഒരു വർത്ത്ലെസ് ഹോപ്പ്ലെസ് ഫീലിംഗ് വരുമ്പോഴേക്കും അതിൻ്റെ ഈ സിവിയറിറ്റി, ഈ വിഷാദത്തിന്റെ സിവിയറിറ്റി കൂടി വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്രൈറ്റീരിയ 2 വീക്സ് ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഡിപ്രസീവ് ഡിസോർഡർ അല്ലെങ്കിൽ വിഷാദ രോഗം ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യാം. ഡോക്ടർ, നമ്മൾ നോക്കുകയാണെങ്കിൽ വിഷാദം എന്ന ഒരു രോഗാവസ്ഥ
പൊതുവെ കൂടുതൽ കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്, പ്രത്യേകിച്ചും മെനോപോസ്, അതായത് ആർത്തവ വിരാമത്തോടടുക്കുന്ന സ്ത്രീകളിൽ ഹോർമോൺ ചേഞ്ചസ് ഇതൊരു കാരണമാണെന്ന് പലരും പറയുന്നുണ്ട്. എത്രത്തോളം വാസ്തവമാണിത്? നമ്മുടെ ദൈവം നമ്മളെ സൃഷ്ടിക്കുന്ന ഘടന ഇതിൽ സ്ത്രീയും പുരുഷനുമായിട്ട് ധാരാളം വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നത് ദൈവം ആണുങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് കുറച്ചും കൂടി കരുത്തോടെയും ശബ്ദത്തിലും മീശയിലും ഭാവത്തിലും മസിൽ ഡെവലപ്മെന്റിലും ഒക്കെ ആണുങ്ങൾക്ക് കുറച്ചും കൂടി ശക്തിയോടെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ഒരു വീടിന്റെ പുറത്ത് പോയി കുടുംബം നടത്തിക്കൊണ്ടു പോകാനുള്ള ഭക്ഷണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടിച്ച് വേട്ടയാടി പിടിച്ചുകൊണ്ട് വരണമെങ്കിൽ ശക്തി വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെ ദൈവം ഇച്ചിരി ജനറ്റിക്കലി ദേ ആർ ക്രിയേറ്റഡ് സ്ട്രോങ്, കുറച്ചുകൂടി ശക്തിയോടെയാണ് ആണുങ്ങളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്ത്രീകളെക്ക് കൂടുതൽ സ്നേഹം കൊടുക്കുവാനും ഒരു കുട്ടിയെ വളർത്തുവാനായിട്ട് ഒരുപാട് ക്ഷമ ആവശ്യമുണ്ട്. ഇപ്പൊ രാത്രി കുട്ടി എഴുന്നേൽക്കുമ്പോൾ അതിന് പാൽ കൊടുക്കാനും അതിന് യൂറിൻ പോവും, അതിന് മലമൂത്ര ഇതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഒരുപാട് ക്ഷമ വേണം. അപ്പൊ വളരെ സോഫ്റ്റായിട്ടും ടെൻഡറായിട്ടും ലവിങ് ആയിട്ടും പേഷ്യൻസും കൂടുതൽ ദൈവം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം രണ്ടുപേരുടെ ജനറ്റിക്സ് മേക്കപ്പ് വ്യത്യാസമുണ്ട്. ഇനി സുരേഷ് പറഞ്ഞ മാതിരി ഈ ഹോർമോണൽ ചേഞ്ചസ് തീർച്ചയായിട്ടും സ്ത്രീകളിൽ പുരുഷന്മാരെക്കാളിലും വളരെ കൂടുതലുണ്ട്. കാരണം ഈ മാസം വരുന്ന ഈ ആർത്തവ ചക്രവും സ്ത്രീകൾക്ക് അത് കൺട്രോൾ ചെയ്യുന്നത് മെയിനായിട്ട് ഈ പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോൺസ് ആണ്. അപ്പൊ ഈ ഹോർമോൺസ് കൂടുന്തോറും മനസ്സ് കുറച്ച് സ്ട്രോങ് ആവും. ഈ പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ പെട്ടെന്ന് ഹോർമോൺസ് താഴെ പോകുമ്പോൾ അതുപോലെ തന്നെ ഈ ബ്രെയിനിൽ ഉണ്ടാകുന്ന ബയോകെമിസ്ട്രിക്ക് മാറ്റം ഉണ്ടാകുന്നു. അപ്പൊ അത് വരുമ്പോൾ ഈ നമ്മൾക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സ്ത്രീകൾ ഇറിറ്റേറ്റഡ് ആകും. അതുകൊണ്ടാണ് ഈ പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അസുഖമുണ്ട്. അത് ഈ മെൻസ്ട്രേഷൻ ഉണ്ടാവുന്ന ഒരു 2-3 ദിവസം മുമ്പേ ഇറിറ്റബിലിറ്റി, അരിശം വരാ, പെട്ടെന്ന് ചെറിയ കാര്യങ്ങളിൽ കൂടുതൽ പൊട്ടിത്തെറിക്കുക. അത് ഈ മനസ്സിന് നമുക്ക് ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ആരെങ്കിലും എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ ഉള്ള ഒരു വരുമ്പം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർ പൊട്ടിത്തെറിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ സ്ത്രീകളിൽ ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ടുണ്ടാകുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, അത് കുറച്ച് നേരം എടുക്കുമെങ്കിലും ഞാൻ ഈ സൈക്കോ സോഷ്യൽ സ്ട്രെസ്സസ്, അത് ഒരു വലിയ ടോപ്പിക്കാണ്. കാര്യം ഈ ആണുങ്ങൾ സ്ട്രെസ് എടുക്കുന്ന രീതിയും സ്ത്രീകൾ സ്ട്രെസ് എടുക്കുന്ന രീതിയും വളരെ വ്യത്യാസമുണ്ട്. സ്ത്രീകൾ ഇപ്പോൾ ഒരു കുടുംബം എടുത്ത് നോക്കിയാൽ ഒരു വീട്ടിൽ ആദ്യം കാലത്ത് ചാടി പിടിച്ച് എഴുന്നേക്കുന്നത് വീട്ടമ്മയായിരിക്കും. ഈ വീട്ടമ്മ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ പല്ല് തേക്കാൻ പോലും മറന്നു പോയി നേരെ അടുക്കളയിലോട്ട് ഓടുന്നു. അവിടെ ഭക്ഷണ പാകം ചെയ്യാനുള്ള തിടുക്കത്തിലായിരിക്കും. പക്ഷേ പുരുഷന്മാർ, ആ വീട്ടിലെ ഹസ്ബൻഡ് വീട്ടിൽ ഉറങ്ങുകയായിരിക്കും. വീട്ടിൽ ചായയൊക്കെ റെഡിയായി കഴിയുമ്പോഴേ പുരുഷന്മാർ എഴുന്നേക്കുകയുള്ളൂ. എന്നിട്ട് പത്രമൊക്കെ വായിച്ച് ആ ലൈഫ് എൻജോയിങ് ആറ്റിറ്റ്യൂഡ് ഓഫ് എ മാൻ. പക്ഷെ സ്ത്രീകള് പൊതുവെ തിടുക്കത്തില്, ഇപ്പം നമ്മളുടെ ഒരു ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചടങ്ങ് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഒരു സാമ്പാർ ഉണ്ടാകുകയുള്ളൂ. അപ്പൊ അവർക്ക് സ്ട്രെസ് കൂടുതലാണ്. അപ്പൊ അവർക്ക് ആ സ്ട്രെസ് എടുക്കുന്നത്, പിന്നെ പിള്ളേരെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം, അയൺ ചെയ്യണം, പേപ്പർ ഇതിന്റെയൊക്കെ ബില്ല് പേ ചെയ്യണം, എല്ലാം കൂടി തലയിൽ നിൽക്കും. ഇപ്പൊ നമ്മളുടെ ഈ തലമുറയിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ജോലിയും ചെയ്യുന്നുണ്ട്. ജോലി സ്ഥലത്ത് നോക്കിയാലും ഡെഡിക്കേഷൻ ഏറ്റവും കൂടുതൽ ഒരു ഫീമെയിൽ സ്റ്റാഫിനായിരിക്കും. ഇപ്പോൾ മെയിൽ സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ടഫായ അവസ്ഥകളിൽ അവരായിരിക്കും മുമ്പിൽ നിൽക്കണമെങ്കിലും നിസ്സാരമായ കാര്യങ്ങളിൽ അവർ സാവകാശം വന്ന് കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പോവുകയുള്ളൂ. അപ്പൊ മെയിൽസിന്റെ സ്ട്രെസ് മാനേജ്മെന്റിന്റെ ആ രീതി വ്യത്യാസമുണ്ട്. സൈക്കോസോഷ്യൽ സ്ട്രെസ് മാനേജ്മെന്റ്. പിന്നെ ഈ ഇടക്കിടക്ക് ബ്രേക്സ് ഒക്കെ എടുക്കുകയും, ആണുങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നും വർക്ക് ചെയ്യത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് കുറച്ച് വർത്താനം പറയാൻ പോകും,
ഒരു ചായ കുടിക്കാൻ പോകുന്നു. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ മെൻ. പിന്നെ ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ കുറച്ചു നേരം അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് സംസാരിക്കുവാനും ഒക്കെ അവസരങ്ങൾ പുരുഷന്മാർക്ക് കൂടുതൽ കിട്ടുകയും സോഷ്യൽ ഇന്ററാക്ഷൻ കിട്ടുകയും, സ്ത്രീകൾക്ക് അവർ ജോലി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരുന്നു, വീട്ടിൽ വരുന്ന നേരെ കുട്ടികളുടെ കാര്യം, അപ്പൊ അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനായിട്ടൊന്നും നേരം കിട്ടുന്നില്ല. ഇത് സൈക്കോളജിക്കൽ റീസൺസ്. ഇനി ലാസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ, സോഷ്യൽ റീസൺസ് ഉണ്ട്. ഇപ്പൊ ഒരു കല്യാണം നടക്കുന്നു, ഒരു പുരുഷനും ഉണ്ട് സ്ത്രീയും ഉണ്ട്. അതില് പുരുഷനാട്ടെ അവിടെ ഈ കല്യാണം നടക്കുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്തൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കരയുകയാണെങ്കിൽ മനുഷ്യർ അവന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയേ ഉള്ളൂ. ഓ, അവന് ഒരു അമൂൽ ബേബി ആണോ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനൊരാം. അപ്പൊ അവർക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് പിടിച്ചു നിൽക്കണം. അപ്പൊ സോഷ്യൽ ഈ ജനങ്ങള് പുരുഷന്മാര് കരയാൻ പാടില്ല, ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല ആണുങ്ങൾ കരഞ്ഞാൽ, പെട്ടെന്നൊന്നും കരയാൻ പാടില്ല. സ്ത്രീകള് കരയണം എന്നാണ് ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു കല്യാണത്തിന് അവള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ണൊക്കെ ഒന്ന് നനഞ്ഞ് ആ അപ്പച്ചനെ അമ്മച്ചീനെയൊക്കെ വിട്ടു പോകുമ്പോൾ ഉണ്ടാവുന്ന ആ വിഷമം എക്സ്പ്രസ് ചെയ്യണം. കരഞ്ഞില്ലെങ്കിൽ തന്നെ മനുഷ്യര് സോഷ്യൽ എന്ത് വിചാരിക്കും, ഓ അവരൊരു തണ്ടേടിയാണല്ലോ. അപ്പൊ society expect women to cry and society expect men not to cry. അപ്പൊ ഇങ്ങനെ ഒരു ജനറ്റിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ റീസൺസ് ഫോർ ബിക്കമിങ് ഡിപ്രഷൻ ഈസ് ഒരു 3 times more in women than in men. ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന വിഷാദ രോഗം പല പല കാരണങ്ങൾ കൊണ്ടാവാം. നമ്മളിപ്പോൾ സംസാരിച്ച പോലെ ഹോർമോൺ ചേഞ്ച് കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസ് കൊണ്ട് ഉണ്ടാവുന്ന വിഷാദ രോഗം. ഇത്തരത്തിൽ ഒരു വിഷാദ രോഗിയെ അദ്ദേഹത്തിന്റെ രോഗം എത്രത്തോളം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒന്നാണ്? ഈ ഒരു മനഃശാസ്ത്രജ്ഞനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഒരു മാനസിക രോഗ വിദഗ്ധനെ സംബന്ധിച്ചോളം, മാനസിക രോഗങ്ങള് ജനങ്ങൾ വിചാരിക്കും ഇതൊന്നും ചികിത്സിച്ച് മാറ്റാൻ പറ്റത്തില്ല, ഇതും കൊണ്ട് ജീവിതകാലം മുഴുവനും നടക്കണം എന്നാണ് ജനങ്ങളുടെ ഒരു തെറ്റായ ഒരു ധാരണ. പ്രത്യേകിച്ച് ഇഫ് യു ടേക്ക് ഈ വിഷാദ രോഗം എടുക്കുകയാണെങ്കിൽ, ഏത് മാനസിക രോഗ വിദഗ്ധനോട് ചോദിച്ചാലും ഈ 1950 മുതൽ ഇന്ന് വരെയുള്ള ആന്റി ഡിപ്രസൻസ്, വിഷാദ രോഗത്തിന് കൊടുക്കുന്ന മരുന്നുകൾ, അന്ന് 1950 മുതൽ ഇന്ന് വരെയുള്ള മരുന്നുകൾ എല്ലാം എഫക്റ്റീവാണ്. അതുമല്ല, ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, വിഷാദ രോഗം 100% ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഈ സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ മാനസിക രോഗ വിദഗ്ധന്മാർക്ക് വളരെയധികം സന്തോഷം കിട്ടുന്ന ഒരു സംഭവമാണ് ഈ വിഷാദ രോഗം. അതാണ് എനിക്ക് ഇന്ന് എല്ലാവരോടും പറയാനായിട്ട്, പ്രത്യേകിച്ച് സുരേഷ് ഈ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് ജനങ്ങളോട് പറഞ്ഞു മനസ്സിലായി, വിഷാദ രോഗം വന്നു കഴിഞ്ഞാൽ ഒരു 30% അല്ലെങ്കിൽ 20% എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 15% പേര് സൂയിസൈഡ് ചെയ്യും, ആത്മഹത്യ ചെയ്യും. അത് നമ്മുടെ ഇനി വരാൻ പോകുന്ന കാലത്ത് അതൊരു വലിയൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹാർട്ട് അറ്റാക്കിന്റെ ഒപ്പം തന്നെ രണ്ടാമത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ കോസ് ഓഫ് ഡെത്ത് ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ, രണ്ടാമത്തെ പ്ലേസ് വിഷാദ രോഗത്തിന് വന്നിരിക്കുകയാണ് ഇപ്പം. അപ്പം ഈ മരണം വരെ ഉണ്ടാക്കാവുന്ന ഈ വിഷാദ രോഗം 100% ചികിത്സിച്ച് മാറ്റാവുന്നതാണ് എന്നാണ് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതിന് ഇത് നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് നേരത്തെ തന്നെ ചികിത്സ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോ ഈ മൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് കൗൺസിലിംഗ് കൊണ്ട് മാറ്റാവുന്നതാണ്. മോഡറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മരുന്നുകൊണ്ട് മാറ്റാവുന്നതാണ്. ചിലപ്പോൾ ഈ മെഡിക്കൽ കണ്ടീഷൻസ്, ഇപ്പൊ ഹൈപ്പോതൈറോയിഡിസം വിഷാദ രോഗം ഉണ്ടാക്കും. ഹൈപ്പോതൈറോയിഡിസം കറക്റ്റ് ചെയ്താൽ വിഷാദരോഗം പോവും. ലോങ് ടേം ഇൽനെസ്സസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ക്യാൻസർ, ബ്രോങ്കിയൽ ആസ്മ, ഇങ്ങനെയുള്ള രോഗങ്ങൾ, ചിലപ്പോൾ അൾസർ തന്നെ ചിലർ വിചാരിക്കും ഞാൻ വലിയൊരു രോഗിയാണോ എന്ന് പറഞ്ഞു. അപ്പൊ അത് ചികിത്സിച്ച് മാറ്റിയാൽ തന്നെ വിഷാദം മാറും. മൂന്നാമത് സിവിയർ ആയിട്ട് പോവുകയാണെങ്കിൽ ഇവരെ അഡ്മിറ്റ് ചെയ്യുകയും
നല്ല മരുന്നുകളുണ്ട്. വിഷാദ രോഗത്തിന് ഏറ്റവും നല്ല മരുന്നുകളുണ്ട്. ഈ മരുന്നുകളൊക്കെ കഴിച്ചാലൊന്നും ഒരു ജനങ്ങളുടെ അഭിപ്രായം, സൈക്കാട്രി മെഡിസിൻസ് കഴിച്ചാൽ ഒരു മന്ദബുദ്ധിയായി പോവുക എന്നൊരു തെറ്റായ അഭിപ്രായമാണ്. ഈ വിഷാദ രോഗം കൊടുക്കുന്ന മരുന്നുകൾ കഴിച്ചാൽ ഈ ഡള്ളായിട്ട് ഇരിക്കുന്നവരൊക്കെ വളരെ പ്രസന്നമായി ഇരിക്കുന്നതും, നമ്മൾക്ക് ചികിത്സിച്ച് വിട്ടു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഡോക്ടറിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു എൻറ്റിറ്റി തന്നെയാണ് ഈ വിഷാദ രോഗം. കാരണം അത് ചികിത്സിച്ചു കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യന് കൊടുക്കാവുന്ന സന്തോഷം ഒരു ഡോക്ടർ കൊടുക്കുമ്പോൾ ആ പേഷ്യന്റ് ജീവിതകാലം മുഴുക്കെ ഡോക്ടറെ മറക്കത്തില്ല. അപ്പൊ അത് ഭയങ്കര ഫ്രൂട്ട്ഫുൾ ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ വിഷാദ രോഗത്തിന് നല്ല ചികിത്സയുണ്ട്, മരുന്നുകൊണ്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സൂയിസൈഡ്, ചിലർ ഭക്ഷണമൊന്നും കഴിക്കാതെ ഒടുവിൽ ബെഡ് റിഡനായി, ഒരിക്കലും ഭക്ഷണമൊന്നും കഴിക്കാതെ മാസങ്ങൾക്കകം ബെഡ് റിഡനായി അനങ്ങാതെ കിടക്കുന്ന പേഷ്യൻസിനെയൊക്കെ നമുക്ക് കൗൺസിലിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പേഷ്യൻസിനാണ് ഇപ്പൊ ഈ മോഡിഫൈഡ് ECT, പണ്ട് കാലത്ത് പറയാറുണ്ട് ഷോക്ക് ട്രീറ്റ്മെന്റ്, ഇപ്പൊ അതെല്ലാം മോഡിഫൈഡ് ചെയ്ത് കൺവൾസീവ് തെറാപ്പി, വളരെയധികം മിനിമം ഇലക്ട്രിക് കറണ്ട് കൊടുത്ത് ബ്രെയിനെ ഉത്തേജിപ്പിച്ച് ഈ ബെഡ് റിഡനായിട്ട് കിടക്കുന്ന ഒരാളെ എഴുന്നേൽപ്പിച്ച് നടത്താൻ സാധിക്കും. ഒരുപാട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ പല സ്ഥലത്തും ടോക്കൊക്കെ കൊടുക്കാൻ പോകുമ്പം ടോക്ക് കഴിയുമ്പോൾ ഡോക്ടറെ ഒന്ന് വന്ന് കാണുമെന്ന് പറയും. ഞാൻ അവരെ പോയി കാണുന്നു, ആ പേഷ്യൻസിന് മരുന്ന് കൊടുക്കുന്നു. ആ ബെഡിന് വർഷങ്ങളായി ബെഡിൽ കിടക്കുന്ന ആ സ്ത്രീ എഴുന്നേറ്റ് ഇപ്പൊ ദിവസവും പള്ളിയിൽ വരികയും, ഒരു 3 വർഷമൊക്കെ ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ ദിവസവും പള്ളിയിൽ വരിക, പ്രാർത്ഥിക്കുക, പോവുക. അപ്പൊ അതൊക്കെ ഈ അൺഡിറ്റക്റ്റഡ് ഡിപ്രഷൻ ആയിരുന്നു. ഡോക്ടർ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ സാധാരണക്കാരായ ഒരു മനുഷ്യനുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംശയമാണ്. അതായത് വിഷാദ രോഗത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടിക്കഴിഞ്ഞാൽ അതിന് കഴിക്കുന്ന മരുന്ന് ഒന്നുകിൽ പേഷ്യന്റിനെ ഒരു മന്ദബുദ്ധി ലൈനിലേക്ക് മാറ്റും, അതല്ലെങ്കിൽ കഴിക്കുന്ന മരുന്ന് ജീവിതാവസാനം വരെ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരനായ മനുഷ്യനുണ്ടാകുന്ന സംശയമാണ്. ഇത് എത്രത്തോളം വാസ്തവമുണ്ട്? വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താന്നാ, ഈ ജനങ്ങളുടെ ഇടയിൽ ഇപ്പം ഞാനിവിടെ ആൽക്കഹോൾ ഡി അഡിക്ഷനും ഒക്കെ നടത്തുന്നുണ്ട്. മിക്ക പേഷ്യൻസും ഇങ്ങോട്ട് ചികിത്സക്ക് വരാത്തത് തന്നെ ഈ പറഞ്ഞ സെയിം പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്. ജനങ്ങളുടെയൊക്കെ ഒരു തെറ്റായ ധാരണയാണ് ചികിത്സ എടുത്താൽ മന്ദബുദ്ധിയായി പോവും, അല്ലെങ്കിൽ അവയവങ്ങളൊക്കെ നിലച്ചു പോകും, സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാകും, പിന്നെ നിങ്ങളെ ഒന്നിനും കൊള്ളാതായി പോവും, പിന്നെ നിങ്ങൾ എപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, ലൈഫ് ലോങ് മരിച്ചു. അത് സാധാരണ ഇപ്പോൾ ഉള്ള ഒരുവിധം കുറെ പേർക്കൊക്കെ ഉള്ള ഒരു സംശയമാണ്. പക്ഷേ ഈ ഒരു പരിധി വിട്ട് പേഷ്യന്റ് ബാഡാക്കി കഴിയുമ്പോൾ അവർ ഫോഴ്സ് ചെയ്ത് ഇവിടെ കൊണ്ടുവരികയും ചെയ്യും. ഈ പറഞ്ഞ പേഷ്യൻസ് തിരിച്ചു പോയി അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുമുണ്ട്. ഇത് വരാൻ കാര്യം എന്താന്ന് വെച്ചാൽ കുറെയൊക്കെ പണ്ട് കാലത്തെ ഒരു 1950s മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ് സ്പെക്ട്രം പോലെ എന്ന് പറഞ്ഞാൽ അസുഖം മാറും, പക്ഷെ കുറെ ഉറക്കവും ക്ഷീണമൊക്കെ ഉണ്ടാക്കുന്ന മെഡിസിൻസ് ആയിരുന്നു 1950s ആദ്യമായി ലോഞ്ച് ചെയ്യുമ്പോൾ ഈ സൈക്കാട്രി മെഡിസിൻസ്. 1948 ലിഥിയം വന്നു, 1950 ക്ലോർപ്രമോസിൻ എന്ന് പറഞ്ഞ മരുന്ന് വന്നു. ഇപ്പൊ എന്റെയൊക്കെ പ്രൊഫസർമാരും ഈ ഹോസ്പിറ്റലിൽ തന്നെ സീനിയർ ആയിട്ടുള്ള റെവറൻഡ് സിസ്റ്റർ ഏഞ്ചൽ മേരി, അവരൊക്കെ ഈ പഴയ മെഡിസിൻസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഈ പഴയ മെഡിസിൻസിനുള്ള കുറച്ച് ബ്രോഡ് സ്പെക്ട്രം ആയതുകൊണ്ട് ഇതിനൊക്കെ കുറച്ച് ഉറക്കവും ക്ഷീണവും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം ഒരു 1970s 80s ഒക്കെ കഴിഞ്ഞ പിന്നെ ഒരു സ്പെസിഫിക് രോഗങ്ങൾക്ക് സ്പെസിഫിക് മെഡിസിൻസ് കറക്റ്റ് ടാർഗറ്റിൽ ആക്ട് ചെയ്യാൻ തുടങ്ങുന്ന മെഡിസിൻസ് ഒക്കെ വരാൻ തുടങ്ങി. ഇപ്പൊ ഡിപ്രഷന് തന്നെ ആദ്യത്തെ മെഡിസിൻസ് ഇമിപ്രമിൻ, അമിട്രിപ്റ്റിലിൻ എന്നൊക്കെ പറഞ്ഞ മെഡിസിൻ, അതൊക്കെ ഒരു ബ്രോഡാണ്. ഈ മരുന്നൊക്കെ കഴിച്ചാൽ ഇച്ചിരി ഉറക്കമൊക്കെ വരും. അപ്പൊ ഈ പഴയ പ്രൊഫസർമാർ പറയും, ഞങ്ങൾ പഠിപ്പിക്കണം, ഈ മരുന്നുകളൊക്കെ നിങ്ങൾ രാത്രി മാത്രം കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഉറക്കം വരുന്നത് കൊണ്ടും മൂഡ് എലിവേറ്റ് ചെയ്യും, പക്ഷെ ഉറക്കം വരും. അപ്പൊ ഈ മരുന്നുകളൊക്കെ പകല് കഴിച്ചാൽ ഇച്ചിരി തൂക്കം ഉണ്ടാവും. അപ്പൊ ഈ തൂക്കത്തിനെയാണ് കുറച്ചൊക്കെ മനുഷ്യർ ഈ മന്ദബുദ്ധി എന്നൊക്കെ പറയാറുള്ളത്. അപ്പൊ പക്ഷെ വയലന്റ് ആയ ഒരു പേഷ്യന്റിന് ഈ മരുന്ന് കൊടുക്കാണ്ടിരിക്കാൻ പറ്റത്തുമില്ല അന്നത്തെ കാലത്ത്.
അപ്പൊ അത് കൊടുത്ത് കൺട്രോൾ ചെയ്യുമ്പോൾ പണ്ട് ഭയങ്കര അടിച്ച് പൊളിച്ച് നടന്നിരുന്ന ഒരാള് ഇച്ചിരി ഇങ്ങനെ തൂങ്ങി തൂങ്ങി നടക്കണ കാണുമ്പോൾ ഉണ്ടാവുന്നത് പറഞ്ഞുണ്ട. അതിൽ നിന്നാണ് ഈ ഇങ്ങനെ ഒരു തെറ്റായ സംഭവം വന്നത്. പക്ഷെ ഇപ്പം നോക്കുകയാണെങ്കിൽ വളരെ ടാർഗറ്റായിട്ട് ഇപ്പൊ സ്പെസിഫിക് സെറട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. അത് നമ്മുടെ ബ്രെയിനിൽ സാധാരണ ഉണ്ടാവുന്ന വസ്തുക്കൾ തന്നെ നഷ്ടപ്പെട്ടു പോകാതെ പിടിച്ചു നിർത്തുന്ന ഒരു മരുന്നാണ്. ചിലപ്പോൾ ഈ തൈറോക്സിൻ എന്ന് പറഞ്ഞ മരുന്ന്, അത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഹോർമോൺ തന്നെ. അതൊരു ഇപ്പൊ ഫുഡായിട്ട് തന്നെ കൂട്ടാവുന്നതേ ഉള്ളൂ. ഫുഡ് കഴിച്ചാൽ നമുക്ക് ഉണ്ടാവുന്ന സെയിം എഫക്റ്റ് ആണ് ഈ തൈറോക്സിനൊക്കെ ഉള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയതുകൊണ്ട് ഈ മരുന്നുകളൊന്നും കഴിച്ചാൽ ഒരു മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയത്തില്ല. അതൊന്ന്. രണ്ടാമത് ഈ വിഷാദരോഗം ബാധിച്ച് ഇരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടാൽ, ഒരു 38 വയസ്സുള്ള ഒരു സ്ത്രീയെ കണ്ടാൽ ഒരു 78 വയസ്സ് തോന്നിക്കുന്ന രീതിയിലിരിക്കുന്ന ആ വിഷാദ രോഗിയെ ചികിത്സിച്ച് ഒരു 3 ആഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു 10-20 വയസ്സ് പുറകിലോട്ട് പോയമാര് തോന്നുന്ന രീതിയിലുള്ള മരുന്നുകളുണ്ട് ഇപ്പം. ആ മുഖത്തുണ്ടാവുന്ന പ്രസന്നതയും സംസാര രീതിയും ഒക്കെ മാറ്റിയെടുക്കാവുന്നത്. അപ്പൊ ഈ ഇന്നത്തെ കാലത്ത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. രണ്ടാമത് ഇതെല്ലാം മനസ്സിലാക്കി ഈ മരുന്ന് ഇപ്പൊ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു എപ്പിസോഡിക് ഇൽനെസ്സാണ്. ഇപ്പൊ സുരേഷ് രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചത് ഇത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുമോ എന്ന്. ഇതൊരു വിഷാദ രോഗം ഒരു എപ്പിസോഡിക് ഇൽനെസ്സാണ്. അത് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ ഒരു 8 മാസത്തിനകം കംപ്ലീറ്റ് ആയിട്ട് റെമിറ്റ് ചെയ്യും. നാച്ചുറൽ റെമിഷൻ ഉണ്ട്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ 15% പേഷ്യൻസ് ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യും. അപ്പൊ അതിന് ചികിത്സിക്കുകയും വേണം. അപ്പോൾ ഒരു 8 മാസത്തേക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പഴയ മാതിരി ജീവിക്കുകയും പിന്നെ ലൈഫിലോട്ട് കയറ്റിവിടുകയും ചെയ്യുന്നു. പിന്നെ ചിലപ്പോൾ നമ്മൾ മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരും. അത് ഓരോരുത്തരുടെ മുന്നോട്ടുള്ള രീതി അനുസരിച്ചായിരിക്കും. അത് ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. ചിലവർ അതിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല ട്രാക്കിൽ വീണ് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കും. ചിലവർ നമ്മൾ പറയണമെന്ന് അനുസരിക്കാതെ വരുമ്പോൾ റിലാപ്സ് ചെയ്യേണ്ടി വരും. ഇത്തരത്തിൽ വിഷാദ രോഗം അതല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക രോഗത്തിന് ചികിത്സ തേടിയെത്തുന്ന ഒരാളുടെ സഹജീവികളുടെ പെരുമാറ്റം അദ്ദേഹത്തിന്റെ ചികിത്സാ വിജയത്തിന് ഒരു ഘടകം ആണ്. ഇത്തരത്തിൽ അവരുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരോട് അവരുടെ പെരുമാറ്റം ഏത് രീതിയിലായിരിക്കണം ഡോക്ടർ പറയുന്നത്? ഈ റിലാപ്സ് വരാനുള്ള സൈക്കോളജിക്കൽ റീസൺസിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ കൂടെ ജീവിക്കുന്ന ആൾക്കാരുടെ പെരുമാറ്റ രീതി, ആറ്റിറ്റ്യൂഡ് ഓഫ് എ കെയർ ടേക്കർ ടുവേർഡ്സ് എ പേഷ്യന്റ്. ഞങ്ങൾ അതിന് എക്സ്പ്രസ്ഡ് ഇമോഷൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കെയർ ടേക്കറും കൂടെ ജീവിക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളോടുള്ള ആ ആറ്റിറ്റ്യൂഡ്, അതിനാണ് എക്സ്പ്രസ്ഡ് ഇമോഷൻ. അത് മിക്കവാറും ഈ റിലാപ്സ്, ഈ എക്സ്പ്രസ്ഡ് ഇമോഷൻസ് അധികമുള്ള പേഷ്യൻസിന് റിലാപ്സ് കൂടുതലാണ്. ഈ സ്റ്റഡീസ് പറയണ അങ്ങനെ ബ്രൗൺ, വോൺ, ലെഫ് എന്നൊക്കെ പറഞ്ഞ സ്റ്റഡീസ് ഉണ്ട്. എക്സ്പ്രസ്ഡ് ഇമോഷൻ അത് അവർ സ്റ്റഡി ചെയ്തിരിക്കുന്നത് ക്രിറ്റിക്കൽ കമന്റ്സ് ഒരു കമ്പോണന്റ് ആണ്. ഈ ക്രിറ്റിസൈസ് ചെയ്യുക, ഹോസ്റ്റൈൽ ആയിട്ട് പെരുമാറുക. പിന്നെ ഒരെണ്ണമുള്ളത് ഓവർ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു രോഗിയാണ്, നിങ്ങൾ അതൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങളെ ഒരു കൂട്ടിലിട്ട് വെക്കുക എന്നുള്ള രീതിയിൽ ഓവർ ഇൻവോൾവ്മെന്റും ക്രിറ്റിക്കൽ കമന്റ്സ്, ഹോസ്റ്റൈൽ, ഇതെല്ലാം ഒരു മാനസിക രോഗത്തെ തിരികെ റിലാപ്സ് ചെയ്യാനായിട്ട് ഏറ്റവും വലിയ കോസുകളാണിത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ കൗൺസിലിംഗ് ടൈമിൽ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കെയർ ടേക്കേഴ്സിനെയും കൂടെ താമസിക്കുന്നവരെയൊക്കെ വിളിച്ച് അവരുടെ സാഹചര്യം, അവരുടെ സംസാരവും ഈ ക്രിറ്റിക്കൽ കമന്റ്സ് പാസ്സാക്കുന്നത്, നീ ഒരു ഇഡിയറ്റാണെന്ന് പറയുന്നതിൽ നല്ലത് നിങ്ങളുടെ പ്രവൃത്തികളിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടായിരുന്നു, അതിന് ഒരു ക്രിറ്റിക്കലായിട്ടൊരു മണ്ടൻ അങ്ങനെയുള്ള വാക്കുകൾ കുട്ടികളെ ചിലപ്പോൾ അപ്പന്മാര് ഒറ്റ വാക്ക് നീ ഒരു മണ്ടനാണ് തീരുമാനിച്ചപ്പോൾ തന്നെ അവന്റെ മനസ്സിന് ഒരുപാട് വേദന ഉണ്ടാക്കും. അതേസമയം അവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ശരിയല്ല എന്ന് പറയുന്നതിലും വ്യത്യാസമുണ്ട്. അപ്പൊ ഈ സെയിം കാര്യങ്ങൾ തന്നെ വളരെ ഭംഗിയായിട്ട് ഇവർക്ക് അവതരിപ്പിക്കാവുന്നതാണ് ഈ കെയർ ടേക്കേഴ്സിന്. അപ്പൊ അതിൽ വരുന്ന മാറ്റങ്ങൾ വരുത്തിയാൽ തീർച്ചയായിട്ടും ഈ പേഷ്യൻസിന്റെ റിലാപ്സ് പ്രിവെന്റ് ചെയ്യാവുന്നത്.
ഈ അസുഖങ്ങൾ മാറ്റി, ഇപ്പം നമ്മൾ ഡിപ്രഷൻ മാറ്റി വീട്ടിലോട്ട് വിട്ടു, അവിടെയുള്ള സാഹചര്യങ്ങളൊന്നും ശരിയല്ല, ക്രിട്ടിക്കൽ കമന്റ്സ്, ഓവർ ഇൻവോൾവ്മെന്റ്, ഹോസ്റ്റിലിറ്റി, പിന്നെ സാഹചര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. അതുകൊണ്ട് ഇത് പിന്നെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. കാരണം ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം ഇതുപോലുള്ള പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്, ഇഷ്ടംമാരെ നടക്കുന്നുണ്ട് കോളേജിലും, എല്ലാവരും ഇപ്പൊ കോൺഷ്യസ് ആണ്, അവെയർ ആണ്. പക്ഷേ ഇത് ഇത്രയും ഉണ്ടായിട്ട് തന്നെയും നമ്മളിൽ ഈ കാണുന്ന സൂയിസൈഡും ഒക്കെ കൂടി കൂടി വരുന്നേ ഉള്ളൂ. കാരണം ഇതിന്റെ ഉള്ളിലിരിക്കുന്ന എക്സാക്ട് കോസ് നമ്മൾ ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കളിച്ചു നടന്നിരുന്നു, ഒരുപാട് കളിച്ചു നടന്നു. ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഞാൻ കളിച്ചതിൻ്റെ ഒരു 1000 ഒരു 10% പോലും കളിക്കുന്നില്ല, ഓടി നടന്ന് കളിക്കുന്നില്ല. അപ്പൊ നമ്മളുടെ ആ മെന്റൽ സ്ട്രെങ്ത് ഈസ് ഡിഫറെന്റ് ഫ്രം ഈ ഇപ്പോൾ ഉള്ള കുട്ടികളുടെ. ചെറിയ കാര്യം മതി ഇപ്പോൾ ഉള്ള കുട്ടികൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പ്രശ്നങ്ങളിലോട്ട് പോകും. ഡോക്ടർ പറഞ്ഞ പോലെ കുട്ടികളിൽ ഇപ്പോൾ വിഷാദ രോഗം വളരെ കൂടുതലായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും, അതായത് ചിലപ്പോൾ ഒരു മിഠായി കിട്ടിയില്ല എന്നുള്ള കാരണത്തിന് വരെ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്താ ഇതിന്റെ ഒരു കാരണം? മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന പാരന്റിങ്, അതില് പേരൻസിന് ഒന്നാമത് പറയുകയാണെങ്കിൽ പിള്ളേരുടെ കൂടെ ഇടപെടുവാനും കറക്റ്റ് ചെയ്യാനുള്ള സമയം ഇല്ല. അതാണ് ഏറ്റവും ഒരു കാര്യം. കാരണം അവരവരുടെ ജോലിയിൽ ബിസിയാണ്, പിള്ളേർക്ക് ഒരുപാട് പഠിക്കാൻ ലോഡുകളുണ്ട്. അപ്പം ഈ ചില സമയത്ത് ഒരു അച്ഛൻ ഒരു കുട്ടിയെ കറക്റ്റ് ചെയ്യുന്ന ആ രീതിയും ആ പവറും ആ ഫേംനെസ്സും സ്നേഹവും എല്ലാം ഉണ്ടാവും. ഇപ്പൊ ഒരു കുട്ടി എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ അപ്പൻ ഉണ്ടെങ്കിൽ തന്നെ അവനൊരു ധൈര്യമാണ്. അതേസമയം അപ്പൻ അവനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അതോറിറ്റി ആയിട്ടുള്ള ഒരാളാണെന്ന് അറിയാം. ഇടയ്ക്ക് വിഷമങ്ങൾ വരുമ്പോൾ അവന് തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ടായിട്ടും ഉണ്ടാവും. പിന്നെ അമ്മയും സ്നേഹം കൊടുക്കാനും പരിചരിക്കാനും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നല്ലൊരു പാരന്റിങ് എന്ന് പറഞ്ഞാല് കറക്ഷൻ, ചിട്ട, സ്നേഹം, ഫ്രണ്ട്, ഇതെല്ലാം കിട്ടി വളരുന്ന ഒരു കുട്ടിക്ക് ഏത് പ്രശ്നം വന്നാലും നേരിടാൻ പറ്റും. കറക്ഷൻ ചെയ്യുകയും സ്നേഹം കൊടുക്കുകയും ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ കൂടെ, അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ. ഇപ്പൊ ഞാൻ പ്രത്യേകം എനിക്ക് പറയാനുള്ള ഒരു 15 വയസ്സാകുന്നവരേക്ക് ഒരിക്കലും ഒരു കുട്ടീനെ ഹോസ്റ്റലിലോ അവിടെ കൊണ്ട് നിർത്തുന്നത് വളരെ തെറ്റാണ്. കാര്യം ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ഫാദർ മദറും കറക്റ്റ് ചെയ്യുന്ന ആ പവർ ഒരിക്കലും ഒരു ടീച്ചറിനോ വാർഡനോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം ഇനിത്തെ വരാൻ പോകുന്ന തലമുറകളിൽ. രണ്ടാമത് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ ലോഡ്, പഠനത്തിന്റെ ലോഡ് ഭയങ്കര കൂടുതലാണ്. പിള്ളേർക്ക് ആ ഫിസിക്കൽ സ്ട്രെങ്ത്തും ഓടി കളിച്ച് വേർത്തൊക്കെ വരുമ്പോൾ ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവും. ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാവൂ. ഇപ്പം ഈ നമ്മളൊരു ഫുട്ബോൾ കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ സെയിം കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ഉള്ള കൂട്ടുകാരുടെ കൂടെ ഒന്ന് സോഷ്യലൈസ് ചെയ്ത് വേർത്ത് കുളിച്ച് ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഒരു അവസരമാണ് ഒരു ഗെയിം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള ഫിസിക്കൽ ഗെയിംസ് കുറയുന്നു. ഈ കമ്പ്യൂട്ടറിലുള്ള എല്ലാ സംഗതികളും കമ്പ്യൂട്ടറിൽ കിട്ടും, എന്ത് വേണമെങ്കിൽ അറിയാം, നോളജ് കൂടുതൽ കിട്ടും. അപ്പൊ അതിനകത്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്ന് അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ് ഒക്കെ ഇവർക്ക് ഉണ്ടാവും. നമ്മളൊരു ഗെയിം കളിക്കുന്നു, തോക്കുന്നു, അതിന്റെ സ്പിരിറ്റിൽ എടുക്കുന്നു, കുറച്ച് ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് എടുക്കുന്നത് കാണുന്നു, അതുപോലെ നമ്മൾ പഠിക്കുന്നു. അതുകൊണ്ട് ഈ അരിശവും ആങ്കറൊക്കെ ആ കൂട്ടുകാർ തന്നെ അതിൻ്റെ ഇടയിൽ ബഫറായി പോകും. പക്ഷെ ഇപ്പോഴുള്ള കുട്ടികളിൽ ആ ഒരു സോഷ്യൽ മിംഗ്ലിങ്, സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ കുറയുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ കുട്ടികൾക്ക് പെട്ടെന്നുള്ള ഈ അരിശവും എടുത്തുചാട്ടവും നിസ്സാര കാര്യങ്ങൾ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് പഴയ കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് കളിക്കാനുള്ള സ്ഥലത്തിന്റെ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ മിക്കവാറും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, സ്കൂൾ വിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഇപ്പോൾ സ്വാഭാവികമായിട്ട് കമ്പ്യൂട്ടർ ഉണ്ട്, അല്ലെങ്കിൽ ടി വി ഉണ്ട്. അവർ കമ്പ്യൂട്ടറിന്റെ മുമ്പിലോ അല്ലെങ്കിൽ കാർട്ടൂണിന്റെ മുമ്പിലോ ആയിരിക്കും. ഇത് ഇവരുടെ സ്വഭാവ രൂപീകരണത്തിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്? അവർക്ക് ഇതൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ? എൻ്റെ ഫാദർ ഭയങ്കര നല്ല ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഈ നോളജ് വായിക്കുകയും നല്ല ഒരു എല്ലാ കാര്യങ്ങളെ കുറിച്ചും, എഞ്ചിനീയർ ആണെങ്കിലും ഡോക്ടറിന്റെ മെഡിക്കൽ ബുക്കുകളും ലീഗൽ ബുക്കുകളും ഒക്കെ വായിക്കുമായിരുന്നു. പക്ഷെ കമ്പ്യൂട്ടർ ഒന്നും അറിയത്തില്ല.
അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ ഫാദർ കമ്പ്യൂട്ടർ കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാനേന്ന് വിചാരിക്കും. കമ്പ്യൂട്ടറിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയരുത്. കാര്യം കമ്പ്യൂട്ടർ ഉള്ളത് കൊണ്ട് ഇപ്പൊ ഞാൻ നാഗസാക്കിയിലോ ഹിരോഷിമയിലോ ഒക്കെ ബോംബിടുന്ന കാണണമെങ്കിൽ യൂട്യൂബിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ നമുക്കൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ കമ്പ്യൂട്ടർ അത് പിടിച്ചു വെച്ചിരിക്കുക. അപ്പൊ അതിനൊരു ഭാഗ്യമൊക്കെ വേണം. പക്ഷെ ഇപ്പോൾ ഉള്ള പിള്ളേരുടെ കുഴപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അമിതമായ യൂസേജ്, അമിതമായ യൂസേജും കൂടുതൽ വേണ്ടാത്ത യൂസേജുമാണ് ഇവരെ നശിപ്പിക്കുന്നത്. നമ്മൾ പാരന്റ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് കണക്ഷനും ഒക്കെ വേണം. കാരണം ഇന്നത്തെ ഓൺലൈനിലൂടെയാണ് പരീക്ഷകൾ എഴുതുന്നതും എൻട്രൻസും കോച്ചിങ് ഒക്കെ. അപ്പോൾ കമ്പ്യൂട്ടർ പൂർണ്ണമായിട്ട് കളയുന്നത് ഒരിക്കലും കളയരുത്. പക്ഷേ അതിന്റെ കറക്റ്റായിട്ടുള്ള യൂസേജിലൂടെ കമ്പ്യൂട്ടർ പിള്ളേരിൽ ഒരു കൺട്രോൾ ആയിട്ട് ചെയ്യുകയും ബാക്കിയുള്ള സമയങ്ങൾ ഈ ഔട്ട്ഡോർ ഗെയിംസ് ലൈക്ക് ഷട്ടിലോ ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ ചെയ്യാനായിട്ട് നമ്മുടെ പേരൻസ് അതിന് സമയവും സാഹചര്യങ്ങളും ഉണ്ടാക്കി സ്കൂളിലും ഒക്കെ കൊടുക്കണം എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ അമിതമായ യൂസേജ് കുറയ്ക്കുകയും അതിനെല്ലാം ടൈം വെച്ച് ചെയ്താൽ അതായിരിക്കും നമ്മുടെ പിള്ളേർക്ക് ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ അത് ഇതുപോലുള്ള വിഷാദ രോഗങ്ങളും ആത്മഹത്യകളും ഈ വേണ്ടാത്ത രീതിയിലുള്ള ഈ നോളജ് ഓഫ് സെക്സ്വൽ നോളജ് കൊടുക്കുന്നതും വേണ്ടാത്ത രീതിയിൽ ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ എറണാകുളത്തൊക്കെ ആണെങ്കിൽ ഈ ബ്രൗസ് ചെയ്താൽ തന്നെ അവർക്ക് ഈ സാധനങ്ങൾ കിട്ടുന്ന എവിടെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. കഞ്ചാവ്, ഹാൻസ്, പാൻപരാഗ്, ചമ്പു, തുളസിയൊക്കെ നമ്മുടെ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇന്റർനെറ്റിൽ നിന്ന് ഹായ് എന്ന് പറഞ്ഞ് അടിയിൽ നിന്ന് പൊങ്ങി വരും, ചോദിക്കുക തന്നെ വേണ്ട. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വേണ്ടാത്ത രീതിയിലോട്ട് പോകാനുള്ള എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്യാനായിട്ട് അവരുടെ മനസ്സിൽ തോന്നിക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഏത് പാരന്റും ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ പിള്ളേർ അതിലും ഭംഗിയായിട്ട് അത് പോയി തുറന്നു നോക്കിയിരിക്കും, ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട്. പക്ഷെ അതിന്റെ ഭവിഷ്യത്തുകൾ പറഞ്ഞ് മനസ്സിലാക്കി അത് കുറച്ച് ഫിസിക്കൽ ഇപ്പൊ സ്വിമ്മിങ്ങിന് പിള്ളേരെ വിടുന്നത് ഭയങ്കര ഒരു നല്ലൊരു എക്സസൈസാണ്. എന്ന് വെച്ചാൽ സ്വിം ചെയ്യുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ചരിഞ്ഞു കിടക്കുകയും എല്ലാ മസിൽസ് വർക്ക് ചെയ്യും, ബാലൻസ് ചെയ്യും. ഏതെങ്കിലും അപകടത്തിലൊക്കെ പോയി വീണാലും എത്ര പേരന്റ് ഈ കുട്ടികളെ സ്വിമ്മിങ് പഠിപ്പിക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ബോട്ട് അപകടത്തിൽ കുട്ടികൾ മരിച്ചു പോകുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ സങ്കടം ഉണ്ടാകും. അത് സ്വിമ്മിങ് ഒക്കെ ഒരു സ്കൂളിൽ തന്നെ എല്ലാ സ്കൂളുകളിലും ഒരു സ്വിമ്മിംഗ് പൂളോ അതിനുള്ള കോച്ചിങ് ഉണ്ടായിരിക്കണം എന്നാണ് എന്റെയൊക്കെ ഒരു അഭിപ്രായം. നമുക്കിപ്പോ നോക്കി കാണാൻ കഴിയുന്നത് ഇപ്പോഴത്തെ ഫാമിലി സെറ്റപ്പിൽ മിക്കവാറും എല്ലാം ന്യൂക്ലിയർ ഫാമിലിയാണ്. പാരന്റ്സ് കുട്ടികൾക്ക് അമിതമായ ലാളന ശ്രദ്ധ കൊടുക്കുന്നു. അതായത് കുട്ടി മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ തന്നെ അവന് ഓരോ സാധനങ്ങൾ അവന്റെ മുമ്പിൽ എത്തുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതിന് പാരന്റ്സ് പറയുന്ന കാരണങ്ങൾ പലതായിരിക്കാം. കാരണം എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു അവസ്ഥ എന്റെ കുഞ്ഞിനുണ്ടാവരുത്. ഇത്തരത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് അവരുടെ വ്യക്തിത്വ വികാസത്തെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നുണ്ട്? ഇത് ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. ഞാനൊരു ഡോക്ടറായ നിലയിൽ ഈ SH ഹോസ്പിറ്റൽ പൈങ്കുളത്ത് വർക്ക് ചെയ്യുമ്പോൾ സാധാരണ ഏറ്റവും ടഫായിട്ടുള്ള കേസുകളാണ് ഞങ്ങൾക്ക് കിട്ടാറ്. ഈ ടഫായിട്ടുള്ള കേസുകൾ എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കേണ്ട, പാരന്റിങ് ടൈമിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന പേരൻസ് വളരെ വളരെ തെറ്റാണ് ചെയ്യുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ എനിക്ക് പറയാനുണ്ട് കാര്യം, ഞാൻ ഗിറ്റാർ വായിക്കും, പക്ഷേ എനിക്ക് എൻ്റെ ഫാദർ ഗിറ്റാർ വാങ്ങിച്ച് തന്നിട്ടില്ല. ഇന്ന് എൻ്റെ വീട്ടിൽ 6 ഗിറ്റാർ ഇരിപ്പുണ്ട്, എൻ്റെ പിള്ളേർ എടുത്ത് വായിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഗിറ്റാർ വായിക്കണമെന്നുള്ള ഉള്ളിലുള്ള ആ ഡിസയർ ആണ് എന്നെ ഗിറ്റാർ വായിക്കാനും. ഞാൻ കോമ്പറ്റീഷൻ പോയിട്ടുണ്ട്, സ്കൂൾ ലെവൽ ഞാൻ പ്രൊഫഷണലായിട്ട് വായിച്ചിട്ടുണ്ട്. പ്രൊഫഷണലായിട്ട് വായിച്ചിട്ട് അതിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഞാനൊരു ഗിറ്റാർ വാങ്ങിച്ചത് ആദ്യമായി. അതുപോലെ തന്നെ അങ്ങനെ ഒരു ഫയർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കോമ്പറ്റീഷൻസിലൊക്കെ സ്കൂൾ ലെവലിലും കോളേജിലും മെഡിക്കൽ കോളേജ് തന്നെ യൂണിവേഴ്സിറ്റി ലെവലിലും ഫസ്റ്റ് ആയിരുന്നു. കാര്യം എനിക്ക് ഒരു അങ്കിൾ ഒരു ദിവസം ഞാൻ ഒരു ഗിറ്റാർ അങ്കിളിന്റെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. ഞാനത് എടുക്കാൻ പോയപ്പോൾ എന്നോട് അങ്കിൾ പറഞ്ഞു അതിന് തൊട്ടു പോകരുത്.
അപ്പൊ എനിക്ക് അത് കിട്ടാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു വിഷമവും അത് ഒരെണ്ണം ഉണ്ടാക്കണമെന്നുള്ള ഒരു വാശിയും അതാണ് എന്നെ തീർച്ചയായിട്ടും ഒരു നല്ല ഗിറ്റാർ പഠിക്കുവാനും ഗിറ്റാറിസ്റ്റ് ആക്കി മാറ്റി. അപ്പൊ ഇതിൽ നിന്നുള്ള മനസ്സിലാക്കേണ്ടത് ഇപ്പോഴുള്ള പേരൻസ് നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കുന്നതല്ല വേണ്ടത്. ഈ പിള്ളേരെ വളർത്തുമ്പോൾ ഡിപ്രൈവേഷനിൽ വളർത്തണം എന്നാണ് ന്യൂ സൈക്കോളജിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ. നമുക്ക് എല്ലാം കൊടുക്കരുതും, പക്ഷെ കുറേശ്ശെ കൊടുക്കണം. ഒന്നും കൊടുക്കാണ്ടിരിക്കുന്നത് തെറ്റ് തന്നെയാണ്. ഒന്നും കൊടുക്കാതെ വളർത്തരുതും. പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണം, ആവശ്യത്തിന് മിനിമം നെസസിറ്റീസ് കൊടുക്കണം. അതാണ് നമ്മുടെ കാരണന്മാർ നമുക്ക് ചെയ്തത്. മിനിമം നെസസിറ്റീസ് മാത്രം കൊടുത്തു. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രയത്നിച്ചു, നമ്മൾ ബെറ്ററായി. അപ്പൊ ഇപ്പോൾ ഉള്ള പ്രശ്നം, ഇപ്പൊ എറണാകുളത്ത് നിന്നൊക്കെ എനിക്ക് ഇഷ്ടംമാര് പേഷ്യൻസ്, യങ് ബോയ്സ് ആൻഡ് ഗേൾസ്, ഇവര് ഡ്രഗ് അബ്യൂസേഴ്സ് ഒക്കെ വരും. ഇവരുടെയൊക്കെ മെയിൻ പ്രോബ്ലം ഈ മക്കൾ പഠിക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ വരട്ടി കാര്യം സാധിക്കാം. ത്രിട്ടണിങ് ആൻഡ് ഡിമാൻഡിങ്. എനിക്ക് ഇത് തന്നില്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുത്ത് ഇങ്ങനെ പൊട്ടിച്ചാൽ മതിയല്ലോ. ഗ്ലാസ് എടുത്ത് താഴോട്ടിട്ട് പൊട്ടിയാൽ അമ്മ അപ്പൊ തന്നെ 50 രൂപ 100 രൂപ ഒക്കെ കൊടുക്കും. നമ്മൾക്ക് അങ്ങനെയൊന്നും കിട്ടൂല. നമ്മൾ അത് പ്രയത്നിച്ച് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്ത് ഉണ്ടാക്കണം. അപ്പൊ ഈ ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു മനോഭാവം പിള്ളേരിൽ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞൊരു പാരന്റിങ്ങിന്റെ ഏറ്റവും വലിയൊരു കാര്യം. വാങ്ങിച്ചു കൊടുക്കുക ഒന്നുമല്ല. ഇപ്പൊ നന്നായിട്ടൊക്കെ പെർഫോം ചെയ്ത് ഇങ്ങനെ വരികയാണെങ്കിൽ, നല്ല പേരൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ക്വാളിറ്റി കൂടി ഒരു സാധനം വാങ്ങിച്ചു കൊടുത്താൽ നന്നായിരിക്കും. അതേസമയം അതില് പ്രയത്നിച്ച് ഇപ്പൊ ടോപ്പിലെത്തി അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ബാറ്റ് തന്നെ നമ്മൾ സാധാരണ ഈ നമ്മുടെ പഴയ പൊതുമ്പൊക്കെ വെച്ച് കളിച്ച് കയറി സ്കൂളിൽ നിന്ന് ബാറ്റ് എടുത്ത് പ്ലേ ചെയ്ത് അങ്ങനെ ബാറ്റ് ചെയ്ത് വലിയ വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ് ലെവലൊക്കെ എത്തുമ്പോൾ ഒരു നല്ലൊരു ബാറ്റ് വാങ്ങിച്ചു കൊടുക്കണം, നല്ലത് തന്നെയാണ്. അതേസമയം ഈ തുടക്കത്തിൽ തന്നെ സ്റ്റേറ്റ് ലെവലിൽ കിടക്കുന്ന ബാറ്റ് ഒരിക്കലും വാങ്ങിച്ചു കൊടുക്കരുത്. ചെറിയ ഇപ്പൊ കീബോർഡ് ആണെങ്കിലും ഒരു കാസിയോ മേലൊക്കെ തുടങ്ങി അത് കഴിഞ്ഞ് വലുതായി അങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് വളരുകയും ഡിപ്രൈവേഷനിൽ വളർത്തുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളാണ് ഭാവിയിൽ ജീവിക്കാൻ പഠിക്കുകയും ത്രാണം ഇതൊക്കെ നേരിടാനുള്ള മനഃശക്തി ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ എല്ലാം ഇവിടെ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് വരാറുണ്ട്. കാര്യം അവർ പൈസ കിട്ടുന്നു, പൊട്ടിക്കുന്നു, സാധനം വാങ്ങിക്കുന്നു, എല്ലാ കാര്യങ്ങളും അവർ ഡിമാൻഡും ത്രെട്ടണിങ്ങിലൂടെ. ഒടുവിൽ അപ്പനും അമ്മയും പൈസ ഇല്ലാണ്ടാവും. അപ്പോൾ അവർ നാട്ടിലോട്ടൊക്കെ ഇറങ്ങും, ബൈക്കിൽ നിന്ന് പെട്രോൾ മോഷ്ടിക്കും, ബൈക്ക് തന്നെ മോഷ്ടിക്കുന്ന രീതി. ഇപ്പൊ സാധനം കിട്ടണ്ടേ, ജീവിക്കണമെങ്കിൽ പൈസ വേണം. അപ്പോൾ എളുപ്പ പരിപാടി മോഷ്ടിക്കലാണ്. അപ്പൊ ഈ മോഷ്ടിക്കുന്നതും ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ വളർന്ന് അവർക്ക് ജോലി ചെയ്തുള്ള ശീലമില്ല, അതിനുള്ള ഫയറും ഇല്ല. അതാണ് ഇപ്പോൾ ഉള്ള പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്. ചോദിക്കുന്നത് എല്ലാം വാങ്ങിച്ച് കൊടുക്കരുത്. ഡിപ്രൈവേഷനിൽ വളർത്തണം, മിനിമം നെസസിറ്റി കൊടുക്കണം. അവർ വളരുന്നതനുസരിച്ച് അവർക്ക് ചെറിയ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കും. സാധാരണ കുടുംബങ്ങളിൽ കണ്ടുവരുന്നതാണ് കുട്ടികളെ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്നൊരവസ്ഥ. ഇത് ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിൽ ഏതൊക്കെ രീതിയിൽ ബാധിക്കും? ഒരു പാരന്റ് പിള്ളേർ പലതരം, ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പൊ 2 കൊച്ചുങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ കസിൻസ് സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ ഒരു യുണീക്ക് ക്രീച്ചറാണ്. ഇപ്പൊ സുരേഷിന് നല്ലോണം സംസാരിക്കാനൊക്കെ കഴിവുണ്ട്, അതൊരു യുണീക്ക് നേച്ചറാണ്. അപ്പൊ ഒരു പേരന്റ് മനസ്സിലാക്കേണ്ടത്, ചിലവർക്ക് ഇപ്പൊ ഫോട്ടോഗ്രാഫിയിലാണ് താല്പര്യം, ചിലവർക്ക് വേറെ ഇപ്പൊ ആർട്ടില്. അപ്പൊ എല്ലാവരും ഒരു യുണീക്ക് ക്രീച്ചേഴ്സ് ആണെന്ന് പേരൻസ് മനസ്സിലാക്കാം. എല്ലാവരിലും കഴിവുകളുണ്ട് എന്ന് മനസ്സിലാക്കാം. പക്ഷെ ഈ കഴിവുകൾ അനുസരിച്ച് ഓരോരുത്തരെയും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുകയും ചെയ്ത് കാണുക ആണ് ഒരു പേരന്റ് മനസ്സിലാക്കണം. ഒരിക്കലും ഒരു കൊച്ചിനെ വേറെ കൊച്ചിന്റെ ആ രീതിയിൽ കാണാൻ ശ്രമിക്കരുത്. ഇപ്പൊ ചില കുട്ടികൾ നല്ലോണം മാത്സ് ഒക്കെ പഠിക്കും, വേറെ കുട്ടികൾ മാത്സിന് മോശമാണ്. അപ്പൊ ഒരിക്കലും ഈ മോശമായിട്ടുള്ള മാത്സിനെ മറ്റു കുട്ടിയായിട്ട് കമ്പയർ ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്ത് അതിന്റെ പെർഫോമൻസ് മൊത്തം കുറഞ്ഞു പോവുകയേ ഉള്ളൂ.
അപ്പൊ ഈ പാരന്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്ത ഉള്ള ക്വാളിറ്റീസും കൂടി നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത്, ഓരോരുത്തരിലും കാണുന്ന ഗുണങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അത് പ്രോത്സാഹിപ്പിക്കുക. ഇനി ഡ്രീം ചിൽഡ്രൻ ആയിട്ട് വളർത്തണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് കുറച്ച് പറയുകയാണെങ്കിൽ, ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു, ബാംഗ്ലൂരുള്ള ഒരു എഞ്ചിനീയർ. ആ പുള്ളി ഒരുപാട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു. ആ പുള്ളിക്ക് ഒരു പെൺകുട്ടിയാണുള്ളത്. ആ പെൺകുട്ടി എന്നോട് പറയുന്ന ഒരു ഡയലോഗാണ് ഞാൻ പറയാൻ. I hate science, doctor. My father want to be a scientist or an engineer. I hate science and physics. അപ്പൊ ഞാൻ മോളെ എന്താ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ I want to become a journalist and things. I hate biology. അപ്പൊ ഇത് വരാൻ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫാദറിന്റെ മനസ്സിൽ ഡ്രീം ഉണ്ടായ മാത്രം പോരാ, ഒരു പൂവോ അല്ലെങ്കിൽ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത് മോളെ ഈ പൂവിന്റെ ഭംഗി കണ്ടോ, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ മോട്ടിവേറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരണം. എന്നാലേ നമുക്ക് നമ്മളുടെ ഡ്രീം ചൈൽഡ് ഉണ്ടാകത്തുള്ളൂ. ചിലപ്പോൾ ഈ കൊച്ച് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ടീച്ചറെയോ അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന ഒരു ജേർണലിസ്റ്റിനെയോ ഇതിനെയൊക്കെ കണ്ടിട്ട് അവർക്ക് അതൊരു ഫാദർ ഫിഗർ ആയിട്ട് തോന്നുകയും അതിന്റെ ലെവലിൽ പോവുകയും ചെയ്യും. അപ്പം ഡ്രീം ചൈൽഡ്സും നമ്മളുടെ ഡ്രീം ഒരു ചൈൽഡ് ഉണ്ടാകണമെങ്കിൽ പേരൻസ് അതിന് മുമ്പിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫാദർ ഫിഗറിനെ അവർ കാണിച്ചു കൊടുത്ത് ആ ലൈനിലോട്ട് തിരിച്ചുവിടേണ്ടതാണ്. ഡോക്ടർ, നമ്മൾ സംസാരിച്ചു വന്ന വിഷാദ രോഗത്തെ പറ്റിയാണ്. ശരിക്കും ഒരു സാധാരണയായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിഷാദ രോഗം വരാതിരിക്കാൻ അവന് എന്തെങ്കിലും മുൻകരുതൽ എടുക്കാൻ കഴിയും? ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സമയവുമില്ല. നമ്മളുടെ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ചിട്ടയോടെ ജീവിക്കുക എന്ന് പറയലാണ്. ഈ ചിട്ടയിൽ എൻ്റെ പ്ലാൻ, ഞാൻ എപ്പോഴും ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ, ഡിസ്ചാർജ് ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ചിട്ടയോടെ ജീവിക്കുക എന്നുള്ളതാണ്. ഈ ചിട്ടയിൽ ഞാൻ എൻ്റെ പേഷ്യൻസൊക്കെ ഞാൻ ചികിത്സിച്ച് വിട്ട പേഷ്യൻസ് വളരെ നന്നായിട്ട് വന്നവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു പേഷ്യൻസ് തന്നെയാണല്ലോ, അവരുടെ ഒരു 7 കൊല്ലം 8 കൊല്ലമൊക്കെ കഴിഞ്ഞ് ഭംഗിയായിട്ട് ജീവിക്കുന്ന പേഷ്യൻസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ ഈ നിലയിലെത്തി? നിങ്ങൾക്ക് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? പിള്ളേരൊക്കെ വളരെ മോശമായിരുന്നു, ഇപ്പം എങ്ങനെ ഈ നിലയിലെത്തി എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് എൻ്റെ ചിട്ടയോടുള്ള ജീവിതമാണ്. അപ്പം ചിട്ടയാണ് ഏറ്റവും കൂടുതൽ. ഈ ചിട്ടയിൽ എനിക്ക് എല്ലാവരോടും പറയാനായിട്ടുള്ളത്, എൻ്റെ ഒരു പ്ലാനാണ്, നമ്മളുടെ ജീവിതത്തിൽ ഉറക്കം, ഞാൻ ഉറക്കത്തിലോട്ട് അതിൻ്റെ ഒരു നൈറ്റിൽ നിന്ന് പറയുന്ന ഒരു സമയം, കിടക്കുന്ന ഒരു സമയം നിശ്ചയിക്കുക, എഴുന്നേൽക്കുന്നതിനൊരു സമയം നിശ്ചയിക്കുക. ശരിക്കും പറയണ ഒരു മനുഷ്യന് 6 തൊട്ട് 8 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. ഞാനിത് ആദ്യം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 6 തൊട്ട് 8 മണിക്കൂർ ഒരു മനുഷ്യൻ ആദ്യം ഉറങ്ങുകയാണെങ്കിൽ ആ മനുഷ്യന്റെ മനസ്സിന് റിലാക്സേഷൻ കിട്ടുന്നു, റെസ്റ്റോറേഷൻ കിട്ടുന്നു, റിപ്പയർ ഉണ്ടാകുന്നു. ഇത് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട്, അതാണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. ഒരു 6 തൊട്ട് 8 മണിക്കൂർ ആദ്യം ഒരു റിലാക്സ്ഡ് ആയിട്ട് ഉറങ്ങാൻ പഠിക്കണം. ഈ ഉറക്കത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു തന്നെ ഒരു വലിയ ടോപ്പിക്കാണ്. എന്താണെന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങണമെന്നുണ്ട്, അതിന് സ്റ്റേജുകളുണ്ട്, ഡെപ്തുകളുണ്ട്, അപ്പോൾ ടൈമിംഗ് ഉണ്ട്. അപ്പം അതാണ് ഫസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. സെക്കൻഡ്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിന് ഉണർവുണ്ടാകുവാനും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണമെങ്കിൽ ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കുക എന്നാണ്. കാര്യം നമ്മൾക്ക് ദൈവത്തോട് നമുക്ക് തന്ന നന്മകളെ കുറിച്ച് നന്ദി പറയുക എന്നാണ് നമ്മുടെ ഈ പ്രാർത്ഥനയിൽ ഉദ്ദേശിച്ചത്. അപ്പം ഇതില് ഒരു സൈക്കോളജിക്കൽ ബേസിസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് തലേദിവസം മിക്ക ആൾക്കാരും ചിന്തിക്കുന്നത് നമുക്കുണ്ടായ എല്ലാ ഡാമേജുകളെ കുറിച്ചാണ്. ഈ ഡാമേജുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ദിവസം തുടങ്ങാൻ പറ്റത്തില്ല.
നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടിയ നന്മകളെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മളൊരു ദിവസം തുടങ്ങുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിൽ ഉന്മേഷം ഉണ്ടാക്കാവുന്ന വസ്തുക്കൾ, ഈ 5-HT, നോറെപ്പിനെഫ്രിൻ എന്നൊക്കെ പറഞ്ഞ ബ്രെയിനകത്ത് ഉണ്ടാവുന്ന ഉത്തേജന വസ്തുക്കളുണ്ട്. 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ, സെറട്ടോണിൻ, ഇതൊക്കെ ഇങ്ങനെ നമ്മളിൽ ആവശ്യാനുസരണം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ നന്മകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഈ ഉന്മേഷം ഉണ്ടാക്കുന്ന ടോണിക്സ് നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്നു. അപ്പൊ പ്രാർത്ഥന, രാവിലെ എഴുന്നേറ്റ് നന്മകളെ കുറിച്ച് പറയുകയും അതിനെക്കുറിച്ച് സന്തോഷിക്കുകയും അതിനുശേഷം നമ്മളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേക്കണത്. അതിനുശേഷം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ടെൻഷൻ കുറക്കുകയും ലൈഫിലുള്ള ആ ഒരു കൺഫ്യൂഷൻ മാറ്റണമെങ്കിൽ നമ്മൾ ഒരു പ്ലാനിലൂടെ മുന്നോട്ട് പോകണം. പ്ലാൻ എന്ന് പറഞ്ഞാൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് സാവകാശത്തിൽ ടോയ്ലറ്റിൽ പോയി പ്രഭാതകർമ്മങ്ങളൊക്കെ തീർത്ത് പല്ല് തേക്കുകയൊക്കെ. അപ്പൊ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്ന തന്നെ, ഞാൻ ഇന്ന് എനിക്ക് കിട്ടിയ ദിവസം നല്ല സന്തോഷമായിട്ടും ഭംഗിയായിട്ടും എൻജോയ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം അവിടെ പോകുന്നത്. അപ്പൊ നമ്മൾ പല്ല് കേൾക്കുമ്പോൾ ഒരു പാട്ടൊക്കെ പാടി അല്ലെങ്കിൽ ഒരു മനസ്സിലെങ്കിലും ഒരു നല്ല കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് സന്തോഷമായിട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം വന്ന് ചായ കുടിക്കുകയും ന്യൂസ് പേപ്പർ വായിക്കുകയും. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രാവിലെ ഈ ഡിപ്രഷനൊന്നും വരാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരേ ആക്ടിവിറ്റീസും സന്തോഷത്തോടെ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. 1. 2, നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു അറ്റത്തുനിന്ന് ഇങ്ങനെ തുടങ്ങി ഭംഗിയായിട്ട് കൊണ്ടു നടക്കണം. മിക്ക ആൾക്കാർ ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ എടുത്തു മൾട്ടി ടാസ്കിങ്, അവിടെ ഒരു സാധനം വെച്ചു, ഇവിടെ ഒരു സാധനം വെച്ചു, അവിടെ വെച്ചു, എല്ലാം കൺഫ്യൂഷനിലാണ് പോകുന്നു. അപ്പൊ നമ്മുടെ ബ്രെയിൻ തന്നെ ഒന്ന് റിലാക്സ്ഡ് ആകത്തില്ല, അവിടെ ഇവിടെയൊക്കെ കുറെ കൺഫ്യൂഷൻസ്. അപ്പൊ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തോട്ട് പോകുന്നു. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം എന്നുള്ളതാണ് അടുത്ത്. 3, നമ്മുടെ ശരീരത്തിന് ഉണർത്താനുള്ള എക്സസൈസുകൾ എന്ന് പറഞ്ഞാൽ വലിയ ജിമ്മ് പോയി മസിൽ പിടിക്കുന്ന എക്സസൈസ് അല്ല. കുഞ്ഞു കുഞ്ഞു എക്സസൈസിലൂടെ എല്ലാ അവയവങ്ങൾക്കും ഓയിലും ഗ്രീസും വർക്കിംഗ് കണ്ടീഷൻസും ആക്കുക, ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യണം. അപ്പം ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്ത് ഒന്ന് വാം അപ്പ് ചെയ്യണം. അപ്പൊ ഒരു നല്ല ഉണർവുള്ള ഒരു ശരീരത്തിലെ ഒരു ഉണർവുള്ളൊരു മനസ്സുണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു വാംഡ് അപ്പ് ആയിട്ടുള്ളൊരു ശരീരത്തിന് മാത്രമേ ഒരു നല്ല സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. മിക്ക ആൾക്കാരും പറയുന്നത്, ഡോക്ടറെ ഞാൻ ഒരുപാട് മരത്തേലും അവിടെ ഇവിടെയൊക്കെ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തിനാ എക്സസൈസ് എന്ന് ചോദിക്കും. അങ്ങനെയല്ല. നമ്മുടെ ബാക്ക് നെക്കൊക്കെ മിക്ക ആൾക്കാരും നോക്കാറ് പോലുമില്ല. ഈ ബാക്കൊന്നും ശരിയാതെ വെയിറ്റ് ഒക്കെ എടുത്താൽ സ്ലിപ്പ് ചെയ്തു പോകും. അപ്പം ഫിസിക്കൽ എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് നമുക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മളെ വേറൊരാളുടെ നല്ല വിവരമുള്ള ഒരാളോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നമ്മളുടെ പോലെ ഒരാളോട് ചോദിക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പൊ അവർ പറയും, ഇതൊക്കെ സാധാരണ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഒരു തിസീസിന്റെ പേര് മാറിപ്പോയി എന്നും പറഞ്ഞ് ചിലവരൊക്കെ ഡിപ്രഷനിലോട്ട് പോകാറുണ്ട്. തിസീസിന്റെ പേരും ടൈറ്റിലും ഒക്കെ മാറുന്ന എല്ലാ സ്റ്റുഡൻസിനും ഉള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ അതിന് ഇത്ര ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാനായിട്ട് ഒരാള് ഉണ്ടാകണം. അപ്പൊ അതൊക്കെയാണ് നമ്മളെ. പിന്നെ ഇടക്കിടക്ക് ബ്രേക്ക് എടുക്കുക, ഷെയർ ചെയ്യുക. പിന്നെ പറയുകയാണെങ്കിൽ വൈകുന്നേരം ഈ കുടുംബാംഗങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ റിലേഷൻസിലുണ്ടാവുന്ന തെറ്റായ ധാരണകളൊക്കെ മാറുകയും. അപ്പൊ അങ്ങനെ ഒരു സിമ്പിൾ ഒരു മോഡൽ പോലെ നമ്മൾ ദിവസം കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിപ്രഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാം. പിന്നെ മേജർ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ പ്രൊഫഷണൽസിനെ കാണുകയും അതിന് അഡ്വൈസ് സ്വീകരിക്കുകയും ചെയ്യണം. സോ വളരെ നന്ദി ഡോക്ടർ സേവ്യർ, ഈ മുഖാമുഖത്തിൽ പങ്കെടുത്തതിന്, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും വിലപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചതിനും വളരെ നന്ദി.